കട്ടപ്പനയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, അന്വേഷണത്തിന് ഏതാണ്ട് 9 അംഗ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് SP. അതിനിടയിലും പ്രതിഷേധം തുടരുകയാണ്. പന്തംകൊളുത്തി പ്രകടനമാണ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. അവിടെ പോലീസുമായി നേരിയ സംഘർഷത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു. എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള 3 ആളുകൾക്കെതിരെയും യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിൽ ആണിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കട്ടപ്പന പോലീസ് സ്റ്റേഷന് മുമ്പിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനിടയിൽ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടന്നു. പോലീസുകാർ ബലം പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റുന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. അതിനുശേഷം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പറഞ്ഞ് തിരുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. റോഡിൽ തീ കൂട്ടി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നിലവിൽ നടക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം സമീപ ദിവസങ്ങളിലും വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ളതും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും നടപടി ഉണ്ടാകണം. 3 പേർക്കെതിരെയും അതുപോലെ തന്നെ ബാങ്ക് ഭരണസമിതിക്കെതിരെയും VR സജിക്കെതിരെയും CPM-ന്റെ മുൻ ഏരിയ സെക്രട്ടറിയാണ്. ഇത്തരം ആളുകൾക്കെല്ലാവർക്കും എതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കും എന്നുള്ളതാണ് ഈ യൂത്ത് കോൺഗ്രസും BJP-യും ഉൾപ്പെടെ ഇന്ന് നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ പറയുകയും ചെയ്തിരിക്കുന്നത്. വിജയകുമാർ, ഏതായാലും ഈ വിഷയത്തിൽ ഈ വളരെ സജീവമായ പ്രേക്ഷകരുടെ പ്രതികരണം വരുന്നുണ്ട്. എല്ലാവരും ഇക്കാര്യത്തിൽ ബാങ്ക് ഭരണസമിതിയെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പണം അതിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ അത് തിരിച്ചെടുക്കാൻ ആരുടെയൊക്കെ കാല് പിടിക്കണം എന്നൊക്കെയാണ് ആളുകൾ, പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് സംഭവിച്ചത്? ജോസ്വിനാണ് അക്കാര്യം ചോദിക്കുന്നത്. ജോലി എടുത്തുണ്ടാക്കിയ പണമാണ്, അത് തിരിച്ചെടുക്കാൻ ആരുടെയൊക്കെ കാല് പിടിക്കണം? പാർട്ടിക്കാരുടെ കയ്യിലാണോ പൈസ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാബുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പലരും അവരുടെ പ്രതികരണം അറിയിക്കുന്നുണ്ട്. വസന്തകുമാരി പറയുന്നത് സ്വന്തം ജീവനും അവർക്കൊക്കെ വേണ്ടിയാണ് നിക്ഷേപിക്കേണ്ടി വന്നത് സാബുവിന് എന്ന് പറയുകയാണ്. ഘട്ടം ഘട്ടമായി പൈസ ബാങ്കിൽ നിന്ന് വാങ്ങുന്നു, പിന്നെ എന്തിനാണ് അദ്ദേഹം ജീവൻ ഒടുക്കിയതെന്ന് മുഹമ്മദ് അനു ചോദിക്കുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ അത്യാവശ്യത്തിന് അദ്ദേഹം ചോദിച്ച സമയത്ത് ആ പണം കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിലാണ് നേരത്തെ നമ്മൾ കേട്ട ആ സംഭാഷണമൊക്കെ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെയുമല്ല, അദ്ദേഹം ബാങ്കിൽ അതിക്രമിച്ച് കടന്നു കയറി എന്നൊരു പരാതിയൊക്കെ കൊടുക്കാൻ അവർ പദ്ധതിയിട്ടു എന്ന വിവരമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു. അതൊക്കെ ആയിരിക്കാം ഇപ്പോഴത്തെ ഈ പെട്ടെന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ ജീവൻ ഒടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നൊക്കെ കരുതുന്നു. എന്തായാലും അതിൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ.